ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കുഞ്ഞു യാത്ര പോകട്ടാ. അങ്ങനെ രാവിലെ തന്നെ ഇരുട്ടിയിൽ നിന്ന് പ്രിയദർശിനിയിലാണ് കയറിയത്. പ്രിയദർശിനി കയറിയപ്പോൾ ഫ്രീ ആയിട്ടുള്ള യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടാ സർക്കാരിൻ്റെ പുതിയ ഈ പദ്ധതി വന്നപ്പോൾ കയറിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. മട്ടന്നൂർ എത്തിയായിരുന്നു കുറച്ച് ഷോട്ടും കാര്യങ്ങളും. നേരെ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ആ വഴി പോകുമ്പം കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വെറുതെ ഒന്ന് എടുത്തത്. ബസ്സിൽ വേറെ ആരില്ല, ഞാനും വേറെ ഒരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അടുത്തൊക്കെ എത്തി. ഞാനത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു കോഴിക്കോട് ട്രെയിൻ അങ്ങനെ തോന്നുന്നു ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ചേച്ചി എത്തിയിട്ടുണ്ടേന്. പിന്നെ അങ്ങനെ നമ്മൾ രണ്ടാളും ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. ചായയെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഹോട്ടലുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ആടെ എത്തി. അവരോട് വെള്ളയപ്പം മുട്ടക്കറിയാണ് പറഞ്ഞത്. അങ്ങനെ വേറെ ഒരാളെന്ന് വെച്ച് ഓർഡർ എടുത്ത് വെച്ചപ്പോൾ ഞാൻ എടുത്തെന്ന് പറഞ്ഞ് പിന്നെ മുട്ടക്കറിയും വെള്ളയപ്പം കൂടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ തിന്നൊക്കെ കഴിയുമ്പോഴേക്ക് ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൻ്റെ സമയമായി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറുമ്പോഴേക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇല്ല, ഫുള്ള് തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന മേലത്താഴെ കുറേ ആൾ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് ആ ഡോറിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നിന്നപ്പോൾ ചെറിയ കാഴ്ച. അപ്പോഴേക്കും രണ്ടിപ്പം ആൺപിള്ളേർ പിന്നെ ഒരു ചെക്കൻ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പുറത്തെ കാഴ്ച വലിയ കാര്യമായിട്ട് കാണാനൊന്നും പറ്റില്ല. എന്നാലും എൻ്റെ ചെറിയ ഇതുപോലെ ഞാൻ ആ വളവട്ടണം പുഴയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വളവട്ടണം പുഴയെല്ലാം നല്ലോണം കലക്ക് വെള്ളമായിരുന്നു. അങ്ങനെ പയ്യന്നൂർ എത്താനാകുമ്പോൾ ഏച്ചിക്ക് സീറ്റ് കിട്ടി. പയ്യന്നൂർ എത്തിയപ്പോൾ എനക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏച്ചി അപ്പുറം ഇപ്പുറമെല്ലാം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തെ കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മളെ സങ്കടകരമാക്കുന്ന കുറേ കാഴ്ച കണ്ടിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കുറച്ച് വീടുകൾക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അത് വല്ലാത്ത സങ്കടമായ കാഴ്ചയായിരുന്നു. അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ഒന്ന് മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു അങ്ങനെയൊന്ന് ഓർത്തപ്പോൾ. പിന്നെ അങ്ങനെ പോകുമ്പം നല്ല പച്ചപ്പ് നിറഞ്ഞ വയലുകളും നാട്ടിൻപുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് മാമൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമനെയും കണ്ട് നമ്മൾ മാമൻ്റെ കൂടെ കാറിൽ കയറി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. മാമനപ്പുറം അപ്പുറം റോഡിൻ്റെ അപ്പുറം വന്നിട്ടുണ്ട് എന്നിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വീഡിയോ ഇന്നത്തെ ഇതിലുള്ളൂ. ബാക്കി ഞാൻ അടുത്ത ദിവസം ഇടും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വോയിസ് ഓവർ രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും എല്ലാവരും സഹിച്ചേ പറ്റൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, ബായ്.